ചെറിയ ട്രിപ്പ് അങ്ങ് അടിച്ചോടെ, ഒന്നുമില്ല. മലപ്പുറം ടു വയനാട് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കവർ ചെയ്ത് വരാൻ പറ്റുന്നത് നമ്മൾ കാണിച്ചത്. വാ കൂടെ കൂടി വയനാട് ബൈക്കിലൊക്കെ റിസോർട്ട് മൂഞ്ചിട്ട് അടുത്ത റിസോർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത റിസോർട്ട് മൂഞ്ചൂല അറിഞ്ഞൂടാ. എന്നാലും ഏകദേശം 1 hour റണ്ണിങ് ഇട്ട് പോയിക്കൊണ്ടിരിച്ചു. നോക്കണം താവുന്നുള്ള അവിടെ എത്തിയിട്ട് കാണിച്ചത്. ക്ലൈമറ്റ് ഇസ് വെരി നാച്ചുറൽ ക്ലൈമറ്റ്, ഫുള്ളി ക്ലൈമറ്റ്. അവരുടെ റെക്കോർഡ് എങ്ങനെ അതാണ് ക്ലൈമറ്റ്. റിസോർട്ട് മൂഴിച്ചാൽ എന്താ ഇച്ചാതി ക്ലൈമറ്റ് കിട്ടില്ല. കൂട്ടുകാരനൊക്കെ നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ കാരണം നമ്മൾ ഏകദേശം നമ്മളെ റിസോർട്ടിന്റെ അടുത്തെത്താൻ ഈ കാറിൽ സ്ട്രൈറ്റ് പോയി ഒരു 600 മീറ്റർ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. ഒരു മൗണ്ടൻ വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റ് സ്ഥലമാണ്. ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് 46-ാം മൈല് തെണ്ടുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ടൗൺ ആയിരുന്നു. എല്ലാ ഐറ്റം ഫുഡ് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു വലിയ ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം. സംഭവം റിസോർട്ടൊക്കെ കിട്ടൊരു റിസോർട്ടാണ്, ഒരു രക്ഷയില്ല. അത്യാവശ്യം വലിയ റിസോർട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് സെയിം അല്ലായിരുന്നു. നമുക്ക് വേണ്ടത് 2 BHK ലെവലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഈ റിസോർട്ട് വരുന്നൊരു വലിയ റിസോർട്ട് വിത്ത് പൂള്, പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം കൂടിയുള്ളൊരു വലിയ റിസോർട്ടാണ്. പക്ഷെ ഇത് നമുക്ക് നടക്കില്ല. നമ്മൾ വേറൊരു 2 BHK കിട്ടുമോ നോക്കിയിട്ട് യാത്ര ചെയ്യട്ടെ. ഒന്നാമത്തെ റിസോർട്ട്, രണ്ടാമത്തെ റിസോർട്ട് മൂഞ്ചി, മൂന്നാമത്തെ കിട്ടിയത് സംഭവം വൈബാട്ടാ, ഒരു രക്ഷയില്ല. നല്ല ആംബിയൻസ് സബ് കുച്ച് ഇവിടെ. ഫസ്റ്റ് ദ പോയിന്റ്, നമ്മൾക്ക് ഫസ്റ്റ് കിട്ടിയ റിസോർട്ടും നമുക്ക് അയച്ചെന്ന പാർട്ടി അഥവാ ഏജന്റ് നമുക്ക് അയച്ചെന്ന ഡോക്യുമെന്റ്സുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ ഡയറക്റ്റ് ആ വില്ല കണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സും അവർ അയച്ചിരുന്ന ഫോട്ടോസ് വീഡിയോസ് കംപ്ലീറ്റ് കണ്ട് ഒരു ബന്ധം ആ വില്ലേജില്ല. നമ്മളായിട്ട് ഒരു വില്ല കണ്ടെത്തി. അതാണ് ഈ കാണുന്ന ഒരു എന്താ പറയുക വാട്ടിക്ക റെസ്റ്റോറന്റ്. ഇത് കാണിച്ചത് ഇതാണ് നമ്മൾ നല്ല ഇതാണ് നമുക്ക് കിട്ടിയ വില്ല. ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോർ. പിന്നെ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശാലമായ കംപ്ലീറ്റ് അവൾ എന്നെ ഫോക്കസ് ചെയ്യുന്നില്ല, അവള് വില്ലനെ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് റെസ്റ്റോറന്റ്, വാത്തിക്ക റെസ്റ്റോറന്റ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറന്റ് ആണ് ഇത്. ഒരു കപ്പിൾസ് റെസ്റ്റോറന്റ് ആണ്. എന്നാൽ ഫാമിലി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2-3 ചിൽഡ്രൻസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അഫോർഡബിൾ പ്രൈസ് ആണ്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും കേട്ടോ. ഇതോ ഏത് ഫാമിലി ആണെങ്കിലും ഒരു ഫാമിലി യൂസ് ചെയ്ത് പോയ സമയത്ത് സെക്കൻഡ് ഫാമിലി വരുന്നേക്കാട്ടും മുമ്പ് ഫുള്ള് ഫിൽട്ടർ ചെയ്ത് വാട്ടർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നെക്സ്റ്റ് ഫാമിലി കൊടുക്കും. ചിൽഡ്രൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ചിൽഡ്രൻസ് ഫോളോ. ഇതൊരു 2 year ഒക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ ഇത് മുട്ടപ്പേ വെള്ളം ഉണ്ടാവുള്ളൂ 2 year ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ നീന്തൽ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ
നമ്മളെ വീഡിയോഗ്രാഫറെ പോലത്തെ. നീന്തൽ അറിയാത്തവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നേരെ ഇത്രേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അടിപൊളി നീന്തൽ അറിയില്ലാന്ന് വേണ്ടി പേടിക്കാനൊന്നും നിൽക്കണ്ട. ധൈര്യമായിട്ടും കൊണ്ട് പോലെ അരക്ക പോകാനുള്ളൂ, സുഖമായിട്ട് നീന്തി കുളിക്കാം. ഇതാണ് നമുക്ക് ഈ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിച്ചൺ. ഇതാ നമ്മളെ ചങ്ക് റിയാസ് ഇരുന്നടിച്ച് പ്ലേറ്റ് കാലാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുത്ത നെയ്ച്ചോറങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ, പൊളിയല്ലേ? ഞാൻ പരണ്ടച്ച് രണ്ട് കൊണ്ടേ പറയും സംഭവം എങ്ങനെയുണ്ട്? സൂപ്പറാ, പൊളിയല്ലേ? ചിക്കൻ കറിയൊക്കെ സൂപ്പർ. ചിക്കൻ കറി നെയ്ച്ചോറ് കാലാക്കി. ചിക്കൻ കറി ഉണ്ട്. ഇത് നമ്മളെ ജംഷാണ്, ഇത് നെസ്സറിച്ച പ്ലേറ്റാണ്, ഇതാണ് കഴിച്ച പ്ലേറ്റാണ്. സംഭവം കിട്ടുക്കച്ച് പറയാം. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം കേട്ടോ, ഇവരുടെ ചായ എന്ന് പറഞ്ഞാൽ കിടിലൻ ചായയാണ്. നമ്മളെന്താ പറയുക, ലൈഫിൽ ഇത്രയും പെർഫെക്റ്റ് ചായ അടുത്തെങ്ങാനും കുടിച്ചിട്ടില്ല. രാവിലെ കിട്ടുന്ന സംഭവം ട്രൈ ചെയ്യാൻ മറക്കണ്ട. റെസ്റ്റോറൻറ്റിൻ്റെ ടീം നമുക്കൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. സംഭവം നോക്കിയാൽ റിച്ച് സാധനം കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ സ്റ്റൈലുള്ള പുട്ട്, അതുപോലെ തന്നെ സ്നാക്സ്, എഗ്ഗ്, പൂരി, എല്ലാ ഐറ്റംസ്, ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം. ഈ റിസോർട്ടിനെ കുറച്ച് മൗണ്ടൻ വ്യൂ എന്നുണ്ടെങ്കിലും ഫുഡിന് ഒരു പ്രശ്നമില്ല. സെയിം റിസോർട്ടിൽ കോസ്റ്റ്ലി ഫുഡ് ആണെങ്കിൽ കോസ്റ്റ്, അതെല്ലാം പ്രീമിയം ലെവലിലുള്ള സാധാരണ പുട്ട്, ബാജ്, എല്ലാ സ്റ്റെപ്പും വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, കാരറ്റ്, ബ്രേക്ക്ഫാസ്റ്റ്. അത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതാണ് നോക്കുന്നത്. കാരണം ഇത്രയും ലെവലിൽ തരണമെന്നുണ്ടെങ്കിൽ പക്ക ഡീലിങ് നമ്മൾക്കുള്ള ഒരു ഹെൽപ്പാണെന്നത്. കാര്യം 24 hours ഒരു ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റൂമിൽ അവർ രണ്ട് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. 24 hours വന്നിട്ട് കംപ്ലീറ്റ് A to Z വരെ നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാ ഹെൽപ്പും ചെയ്ത മുതൽ ഒന്ന് പരിചയപ്പെടുത്തുക. സുമേഷ് വരുമ്പോൾ മറക്കണ്ട, നോട്ട് തൊയ്യും മുഖം. എന്തുണ്ടെങ്കിലും കട്ടക്ക് നിൽക്കുന്നൊരു മുതലാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയാലും വെറുതെ ഒരു സാഡായിട്ട് മടങ്ങേണ്ട ആവശ്യം എന്തായാലും വരില്ല. ഫുള്ള് റിച്ച് സാധനം. ഈ റെസ്റ്റോറൻറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ കൊടുക്കും. ഇതാണ് മുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവരാണ് നമുക്ക് കാണാൻ പറ്റും. അഭിനന്ദാണ്. ഈ അഭിനന്ദിനെ പോലെ തന്നെ മുഖം പോലെ തന്നെ നമുക്ക് A to Z വരെ നമ്മൾ കൂടെ നിന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ഒരു എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. അത്രയും നല്ലൊരു പേഴ്സൺ ആണ്. നമ്മളെ കൂടെ നിന്ന് നമ്മളെ മക്കളെയും എല്ലാരും, നമ്മുടെ മക്കളൊക്കെ ഓരോ ഓടി പറഞ്ഞ് നടക്കുമ്പോഴും ഇവരും ഇവരെ കണ്ടോണ്ടന്നെ എല്ലാം ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഫാമിലി വന്ന് എങ്ങനെ കെയർ ചെയ്യണം നന്നായിട്ട് അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് കേട്ടോ. അപ്പൊ എന്തായാലും മറക്കണ്ട, കാർഡ് ഇതാ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വന്നോ, സെറ്റ് ആക്കിക്കോ, അടിച്ച് പൊളിച്ച് പോയിക്കോ. ഓക്കെ, താങ്ക്സ്.